വീട്ടിലെ മൂത്ത കുട്ടിയെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പൊ എപ്പോഴും എന്റെ ഫീഡിൽ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ എന്റെ മൂത്ത കുട്ടിയിലേക്ക് ഒന്ന് നോക്കിയത്. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് നോക്കാം. ഇതാണ് എന്റെ മൂത്ത കുട്ടി കുഞ്ഞാറ്റ. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തനിച്ച് തന്നെ ചെയ്യാറ്. ഒരു 2 വർഷം മുന്നേ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്ന തലയിൽ എണ്ണ വയ്ക്കും, ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യും, ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കും, ആ പാത്രം കഴുകി വെക്കും. എനിക്ക് ഒറ്റ മോളായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. കുഞ്ഞാറ്റന്റെ മൂത്ത കുട്ടിയാണെങ്കിലും 6 വയസ്സായ ചെറിയൊരു കുട്ടിയാണ് അവള്. താഴെ 2 അനിയത്തിമാര് വന്നതുകൊണ്ട് ായിരിക്കും ഈ പ്രായത്തിൽ തന്നെ കുഞ്ഞാറ്റക്കുട്ടിക്ക് മെച്യൂരിറ്റി വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ കുറുമ്പും കുസൃതിയും വിഷമങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണ കുട്ടി തന്നെയാണ് അവള്. പക്ഷെ അതൊക്കെ അവൾ അറിയാതെ ഒന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അവളോട് ഒരു റെസ്പെക്റ്റും ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നിയത്. വിഷമം എന്തിനാണെന്ന് ഇപ്പൊ പറയാം. അതിന് മുന്നേ കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. ചോറ് കൊടുക്കുമ്പോൾ ഞാൻ കുഞ്ഞാറ്റയ്ക്കും തക്കുടൂനും കൂടെ ഒരുമിച്ചെടുത്ത് വാരി കൊടുക്കുക ചെയ്യാറ്. കുഞ്ഞാറ്റിനെയും തക്കുടൂനും ഇഷ്ടമുള്ള അവരുടെ ഒരു ആന്റി അവർക്ക് കൊടുത്തതാണ് കേട്ടോ ഈ ഹോം മെയ്ഡ് നെയ്യ്. ഹോം മെയ്ഡ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യുക. അതിന്റെ ചൊവ കുഞ്ഞാറ്റയ്ക്കും തക്കുടൂനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുഞ്ഞാറ്റക്കുട്ടി ചിലപ്പോൾ എന്നെക്കാട്ടിലും വലിയ അമ്മയായിട്ടോ പെരുമാറുക. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ഡാൻസിന്റെ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ തക്കുടു ഇടയിൽ വന്നിട്ട് കൊളാക്കുമായിരുന്നു. അപ്പൊ ഞാൻ തക്കുടിനെ ചീത്ത പറഞ്ഞിട്ട് ഉമ്മർത്ത് കയറ്റി വെച്ചു. അപ്പൊ തക്കുടു അവിടെ നിന്ന് കരയുന്ന കണ്ടപ്പോ കുഞ്ഞാറ്റ വേഗം പോയിട്ട് അനിയത്തിക്കുട്ടീനെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ മമ്മീനെ ഒഴിവാക്കിയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. ആക്ച്വലി ഈ ഡാൻസിൽ തക്കുടും ഇല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ട്യൂണിംഗ് ഡ്രസ് ഒക്കെ ഇട്ടപ്പോൾ തക്കുടൂനും അത് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഇട്ട് കൊടുത്തതാണ്. ഇനി ഞാൻ എന്തിനാ വിഷമിച്ചെന്ന് പറയാം. രാത്രി കിടക്കുമ്പോൾ മെയിൻ ബെഡിനോട് ചാരി ഇട്ടിട്ടുള്ള വേറൊരു ബെഡിലാണ് എന്റെ കുട്ടി കിടക്കാറ്. അവൾ എപ്പോഴും പറയും മമ്മീനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖമാണ്. എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന എന്റെ കുട്ടി തക്കുടു വന്നപ്പോ എന്റെ ഒരു സൈഡിലേക്ക് മാറി. ഇപ്പൊ കുഞ്ഞാവ് വന്നപ്പോ വേറൊരു ബെഡിലേക്ക് മാറി. ഇതിനൊന്നും ഒരു വാശി പിടിക്കലോ പരാതി പറയലോ എന്റെ കുട്ടി ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ കുറെ കുട്ടികൾ ഒറ്റ കുട്ടി മതിയായിരുന്നല്ലോ എന്ന് ചിലരെങ്കിലും വിചാരിക്കും. പക്ഷെ ഒറ്റ കുട്ടിയെ വളരാന്നുള്ളത് വലിയൊരു ഒറ്റപ്പെടലാണ്. അതിന്റെ വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 2-3 കുട്ടികൾ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. ഈ ചെറിയ പ്രായമൊക്കെ കഴിഞ്ഞ് അവർ ഒന്നിച്ചു വിടുമ്പോൾ വീടിനോളം വലിയൊരു സ്വർഗം വേറെ ഉണ്ടാവില്ല. അമ്മേന്റെ കുഞ്ഞാറ്റക്കുട്ടിക്ക് 1000 ഉമ്മ.